ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മനോഹരമായ കഥാഭാഗം സാംബബന്ധനവും വിവാഹവും. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ദുര്യോധനാദികൾ ഹസ്തിനപുരിയിലും ധർമ്മപുത്രാദികൾ ഇന്ദ്രപ്രസ്ഥത്തിലും വാഴുന്ന കാലമാണ്. സുയോധനപുത്രിയായ ലക്ഷണ വിവാഹപ്രായത്തിലെത്തിയ ഒരു കന്യകയായി തീർന്നു. യോഗ്യനായ ഒരു രാജകുമാരന് അവളെ വേളി കഴിച്ചു കൊടുക്കണമെന്ന് കരുതി ദുര്യോധനൻ ഒരു സ്വയംവര മഹോത്സവത്തിന് പട്ടം കൂട്ടി. ക്ഷണപത്രിക മൂലം എല്ലാ രാജാക്കന്മാരെയും വിവരമറിയിച്ചു. യാദവന്മാർ പാണ്ഡവരുടെ മിത്രങ്ങളാണെന്നുള്ള ധാരണയിൽ ദ്വാരകയിൽ ആരെയും ക്ഷണിച്ചില്ല. സ്വയംവര ദിവസം രാജാക്കന്മാർ അവിടെ സന്നിഹിതരായി. പന്തലിൽ യഥാസ്ഥാനങ്ങളിൽ അവർ ഉപവിഷ്ടരായി. കൃഷ്ണന് ജാമ്പവതിയിൽ ജനിച്ച പുത്രനായ സാമ്പൻ ഈ വിവരമറിഞ്ഞ് വെറുമൊരു നേരമ്പോക്ക് എന്ന നിലയിൽ ഹസ്തിനപുരിയിൽ വന്നു ചേർന്നു. അവൻ പ്രകൃതിയിൽ ഒരു വികൃതിയും ചില സമയങ്ങളിൽ ചപലനും ആയിരുന്നു. അവൻ്റെ മാതാമഹൻ ഒരു വാനരനായതുകൊണ്ടായിരിക്കാം അവന് അങ്ങനെയുള്ള ചപലതകൾ ഉണ്ടായത്. യദുവംശനാശത്തിന് ആദി കാരണഭൂതനും അവനാണെന്ന് നമുക്ക് പിന്നീടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ തോന്നും. സ്വയംവരത്തിന് കന്യക മണ്ഡപത്തിൽ പ്രവേശിച്ച ഉടനെ വെറും കാണിയായി നിന്നിരുന്ന സാമ്പൻ വീണ്ടും വിചാരം കൂടാതെ മണ്ഡപത്തിൽ ചാടിക്കയറി ലക്ഷണയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പോകാനായി ഒരുങ്ങി. ആ സമയം കൗരവ പ്രമുഖരിൽ ചിലർ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ കൗരവാധിപ, എന്തൊരു ധിക്കാരമാണ് വികൃതിയായ ഈ യാദവ ചെറുക്കൻ കാണിക്കുന്നത്. ശാന്തന്മാരിൽ അഗ്രഗണ്യനാണ് ആ സാമ്പൻ. അവന് നമ്മുടെ കന്യകയെ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പുകൾപെറ്റ നമ്മളെല്ലാവരെയും ധിക്കരിച്ച് അവൻ കന്യകയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയത് അഹങ്കാരമല്ലേ? വികൃതിയായ അവനെ വിടാൻ പാടില്ല. ഉടനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കണം. അതുതന്നെയാണ് ഇതിനുള്ള ശിക്ഷ. അതു കേട്ട് യാദവന്മാർ യുദ്ധത്തിന് വരുമായിരിക്കും. വരട്ടെ, അവരുടെ സാമർഥ്യം കാണാമല്ലോ. വലിയ പടയും രണനിപുണന്മാരായ ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, ശകുനി, ഭൂര്യശ്രവസ് തുടങ്ങിയ മഹാരഥന്മാരും നമുക്കുള്ളപ്പോൾ നാം ആരെ എന്തിനു ഭയപ്പെടണം? ദുര്യോധനൻ ഉടൻ തന്നെ ഭടജനങ്ങളോട് കൃഷ്ണന്റെ പുത്രനെ ബന്ധിക്കുവാൻ ആജ്ഞാപിച്ചു. സമരചതുരനായ സാമ്പൻ അവരെ നിശേഷം തോൽപ്പിച്ചു. എങ്കിലും കൗരവ സൈന്യത്തിലെ പ്രഗത്ഭന്മാരായ ഒട്ടനവധി യോദ്ധാക്കൾ ചേർന്നുള്ള യുദ്ധത്തിൽ ഏകനായി പോരാടി അവൻ പരാജയപ്പെട്ടു. അതെ, അവൻ ഏകൻ മാത്രമായിരുന്നു. എങ്കിലും അനവധി കൗരവ ഭടജനങ്ങളെ അവൻ കൊന്നൊടുക്കി. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടടയ്ക്കുവാൻ ദുര്യോധനൻ കൽപ്പിച്ചു. സാമ്പന്റെ ബന്ധന വാർത്ത ത്രിലോക സഞ്ചാരിയായ നാരദൻ ദ്വാരകയിൽ വന്ന് അറിയിച്ചു. അതുകേട്ട് രോഷാകുലനായി തീർന്ന ലോകരക്ഷകൻ ചതുരംഗ സേനകളോടുകൂടി ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. യദുരാജനായ ഉഗ്രസേനോട് വേഗം തന്നെ തയ്യാറാകുവാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചു. ആ സമയം ബലരാമൻ വിചാരിച്ചു, യുദ്ധം നടന്നാൽ ഹസ്തിനപുരം എന്ന നഗരം ഭൂമുഖത്ത് പിന്നെ കാണുകയില്ല. അത്രയ്ക്ക് വൈരാഗ്യം കൃഷ്ണനുണ്ട്. യുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. പോരെങ്കിൽ ദുര്യോധനൻ എൻ്റെ ശിഷ്യനും കൂടിയാണ്. അതുകൊണ്ട് രമ്യമായ ഒരു സന്ധിയിൽ ഈ കാര്യം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉത്തമം. ഈ വിധം വിചാരിച്ച് കൃഷ്ണനെ സമാധാനിപ്പിച്ചിട്ട് ബലരാമൻ ഉദ്ധവർ തുടങ്ങിയ
ഏതാനും യോദ്ധാക്കളും ഒരുമിച്ച് രഥാരൂഢനായി ഹസ്തിനപുരിയിലേക്ക് യാത്ര തിരിച്ചു. പശ്ചിമ ഗോപുര ദ്വാരത്തിനു പുറത്തു നിന്നുകൊണ്ട് താൻ വന്നിരിക്കുന്ന വിവരം ദുര്യോധനനെ ധരിപ്പിക്കുവാൻ ഉദ്ധവരെ നിയോഗിച്ചു. തൻ്റെ ഗുരുവായ ബലരാമന്റെ ആഗമനം അറിഞ്ഞ ദുര്യോധനൻ കർണൻ, ശകുനി തുടങ്ങിയ മിത്രങ്ങളോടും ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ ഗുരുജനങ്ങളോടും കൂടി ആദരപൂർവം ബലരാമനെ ചെന്നെതിരേറ്റ് സഭാതലത്തിൽ കൊണ്ടുവന്ന് പുണ്യാസനം നൽകി ബഹുമാനിച്ചു. അപ്പോൾ ദുര്യോധനനെ വിളിച്ച് രഹസ്യമായി ശകുനി ചെവിയിൽ മന്ത്രിച്ചു. രാമൻ വന്നിരിക്കുന്നത് സൂത്രത്തിൽ സാമ്പനെ തട്ടിക്കൊണ്ടു പോകാനാണ്. കിണിയിലൊന്നും വീഴരുത്, ഉറച്ചു നിന്നുകൊള്ളണം. മാതുലന്റെ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ട് ദുര്യോധനൻ ബലഭദ്രന്റെ മുമ്പിൽ വന്നു നിന്നു. അദ്ദേഹം സംഭാഷണം ആരംഭിച്ചു. ദുര്യോധന, യദുവംശ രാജേന്ദ്രനായ ഉഗ്രസേനന്റെ ഒരു സന്ദേശവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പലരും ചേർന്ന് ഒരു ബാലനെ വഞ്ചിച്ച് ബലമായി പിടിച്ചു ബന്ധിച്ച് കൗരവ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നത് ധർമ്മമല്ല. എങ്കിലും നാം തമ്മിലുള്ള സ്നേഹബന്ധത്തെ ആദരിച്ച് ഞാൻ സഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ പുച്ഛസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, മതി മതി, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ഉഗ്രസേനൻ യദുവംശത്തിൻ്റെ രാജാവാണെന്നോ? കഷ്ടം കഷ്ടം. പാദത്തിൽ ധരിക്കുന്ന നിന്ദ്യമായ ചെരുപ്പ് രാജമൗലിയിൽ ചൂടുന്ന കിരീടമാണെന്ന് ഞാൻ സ്വയം പറയുന്നത് പോലെയാണത്. നാം തമ്മിൽ അല്പം ബന്ധുത്വമുള്ളതുകൊണ്ട് ഉഗ്രസേനന്റെ രാജത്വത്തെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. യദുവംശത്തിൽ പിറന്ന ഉഗ്രസേനന് എങ്ങനെ രാജത്വം ലഭിച്ചു? രാജാവല്ലാത്തവൻ രാജാവാണെന്ന് ഭാവിച്ചാൽ രാജാവാകുമോ? അദ്ദേഹത്തിന് ആരാണ് രാജത്വം അനുവദിച്ചു കൊടുത്തത്? ഞങ്ങളുടെ ദാക്ഷിണ്യം കൊണ്ട് യാദവന്മാർക്ക് രാജചിഹ്നങ്ങളായ കുടയും തഴയും വെൺചാമരങ്ങളും ആലവട്ടവും ലഭിച്ചു. ഇതെല്ലാം സ്വയം അറിഞ്ഞിരുന്നു കൊണ്ട് രാജേന്ദ്രനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു വന്നാൽ അതൊക്കെ അടക്കി താഴെ വെപ്പിക്കാനും ഞങ്ങൾക്കറിയാം. രാജവംശജരാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ രസമുണ്ട്. രാജാക്കന്മാരല്ലാത്തവർ ഇത്തരം ഡംഭു പറഞ്ഞാൽ അത് വകവെച്ചു തരാൻ ഒരു കുഞ്ഞു പോലും കാണുകയില്ല. നിങ്ങളുടെ സാമ്പനെ ഞാൻ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. അവനെ മോചിപ്പിക്കുവാൻ ഉഗ്രസേനൻ രാജാവാണെന്ന് ഭാവിച്ച് അഹങ്കാരത്തോടെ പടയുമായി ഇങ്ങോട്ട് വന്നാൽ നല്ല പാഠം പഠിപ്പിച്ചേ തിരിച്ചു വിടുകയുള്ളൂ. ഭീഷ്മ, ദ്രോണ, കർണ, ശല്യാദികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഉഗ്രസേനന് ഇവിടെ വന്ന് ജയിച്ചു പോവുകാൻ സാധ്യമല്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ ധർമ്മപുത്രർ നിങ്ങളെ പേടിക്കുമായിരിക്കാം, നിങ്ങളുടെ രാജത്വം വകവെച്ചു തരുമായിരിക്കാം. മറ്റാരും അങ്ങനെ വകവെച്ച് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ബലരാമന്റെ മുഖം രക്തവർണമായി, ഹൃദയത്തിൽ കോപാഗ്നി ആളിക്കത്തി. അദ്ദേഹം വിചാരിച്ചു, അഹങ്കാരം കൊണ്ട് മതോത്തമനായിരിക്കുന്ന ഇവന്റെ മുമ്പിൽ തത്വോപദേശം വിലപ്പോവുകയില്ല. ഇവനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട കൃഷ്ണനെ പിന്തിരിപ്പിച്ച് സമാധാനമുണ്ടാക്കാമെന്ന് പറഞ്ഞു പോന്ന ഞാനിപ്പോൾ വിഡ്ഢിയായി. ഇവനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അതും എനിക്കൊരു കുറവാണ്. ആയതിനാൽ കുറച്ചുകൂടി ക്ഷമ അവലംബിക്കുന്നതായിരിക്കും ഉത്തമം. ഏതായാലും ഇവൻ അനർത്ഥത്തിൻ്റെ അടിയൊഴുക്കിൽ വീണ് കഴിഞ്ഞു. അനന്തരം അല്പം പരിഹാസസ്വരത്തിൽ ചോദിച്ചു, ഹേ ദുര്യോധന, യദുവംശത്തിന് രാജത്വമില്ലെന്ന് അങ്ങ് പറഞ്ഞത് എന്തു ന്യായം വെച്ചുകൊണ്ടാണ്? എന്തടിസ്ഥാനത്തിലാണ്? പൂർവിക പിതാവായ യയാതി പറഞ്ഞതാണോ അങ്ങയുടെ പ്രമാണം? മാഹിഷ്മതി മന്നവ ശിഖാമണിയായിരുന്ന കാർത്തവീരാർജുനൻ യദുവംശജനല്ലായിരുന്നുവോ? വൃഷ്ണി ആരായിരുന്നു? അന്ധകൻ ആരായിരുന്നു? ആഹുകൻ ആരായിരുന്നു? വൃഷ്ണികൾ
ചെരുപ്പുകളും നിങ്ങൾ രാജകിരീടങ്ങളുമാണെന്നോ? എന്താണ് ഈ പറയുന്നത്? ഇന്ദ്രലോകത്തു നിന്നും സുധർമ്മയും പാരിജാതവും വരുണനിൽ നിന്നും ശ്വേതാശ്വങ്ങളും ലഭിച്ച ഉഗ്രസേനൻ രാജാവല്ലെന്നു പോലും. ഈ ലോകത്തിൽ സർവോന്നതമായ സുധർമ്മ എന്ന നാഗസഭാതലം ലഭിച്ച വേറെ ഏതെങ്കിലും ഒരു രാജാവുണ്ടോ? നിങ്ങളുടെ ഉത്ഭവം ആലോചിച്ചാൽ നിങ്ങൾക്ക് രാജത്വമുണ്ടോ? നിങ്ങൾ വെറും ഹീനജാതരല്ലേ? നിന്റെ രാജ്യവും രാജധാനിയും എവിടെ കിടക്കുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ ക്ഷമ വെടിഞ്ഞ് ഉഗ്രകോപത്തോടെ ബലരാമൻ എഴുന്നേറ്റു. തൻ്റെ ആയുധമായ കലപ്പയുടെ അഗ്രം ഹസ്തിനപുരത്തിൽ ഊന്നിക്കൊളുത്തി അതിശക്തമായി അദ്ദേഹം ഒന്ന് വലിച്ചു. പുരം ചരിഞ്ഞു വീഴാനായി പോയി. അതുകണ്ട് പുരവാസികൾ ആബാലവൃദ്ധം പരിഭ്രമിച്ച് കൂട്ട നിലവിളി മുഴക്കി. സർവജനങ്ങളും സംഘർഷണന്റെ ചരണപങ്കജങ്ങളിൽ വീണ് രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് സങ്കടത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. ഭീഷ്മർ നീലാംബരന്റെ കഴൽ മലരുകളിൽ പ്രണമിച്ചുകൊണ്ട് അഹങ്കാരികളുടെ അപരാധം കാരുണ്യപൂർവ്വം ക്ഷമിച്ചു മാപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. രാമൻ ശാന്തനായി. പുരവും കലപ്പയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയെങ്കിലും ഹസ്തിനപുരം ഗംഗയിലേക്ക് അല്പം ചരിഞ്ഞു നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഉറച്ചു നിന്നു. ദുര്യോധനൻ തൻ്റെ സർവ അപരാധങ്ങളും പുറത്ത് തനിക്ക് മാപ്പു നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു. അനന്തരം പുത്രിയെയും സാമ്പനെയും ബലരാമന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൃപ്പാദ സന്നിധിയിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. 12,000 ഗജവീരന്മാരും 10,000 അശ്വങ്ങളും കനകമയ രമണീയങ്ങളായ 6,000 രഥങ്ങളും 8 ഭാരം സ്വർണരത്നാദികളും മകളോടുള്ള വാത്സല്യത്തിൻ്റെ പേരിൽ കന്യാധനമായി ദുര്യോധനൻ ദാനം ചെയ്തു. ഇവയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ച് ലക്ഷണയോടും സാമ്പനോടും കൂടി ബലഭദ്രൻ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു. ഒരു വലിയ ഘോഷയാത്രയായി ദുര്യോധനനും പരിവാരങ്ങളും അവരെ അനുഗമിച്ചു. ലക്ഷണാസാമ്പന്മാരുടെ വിവാഹം ആഡംബരപൂർവം ദ്വാരകയിൽ വെച്ച് ആഘോഷിക്കപ്പെട്ടു. താൻ ദുര്യോധനനുമായി സമരം ചെയ്ത് അവനെ വധിച്ചാൽ ഭാവിയിൽ നടക്കേണ്ടതായ ഭാരതയുദ്ധം പിന്നെ നടക്കുകയില്ല. ആ യുദ്ധം നടക്കണം, അത് അനിവാര്യമാണ്. അനവധി ദുഷ്ടന്മാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ സൂത്രധാരത്വം വഹിക്കേണ്ടതും താനാണ്. ഈ വിധത്തിലുള്ള ചിന്തകളിലാണ് ഭഗവാൻ ജ്യേഷ്ഠന്റെ വാക്കുകളെ അനുസരിക്കുന്നത്. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട് ദുര്യോധനനെ വധിക്കാതെ തൻ്റെ ക്രോധം അകറ്റിയതും യുദ്ധം കൂടാതെ മറ്റു വിധത്തിൽ അവനെ ഭീഷണിപ്പെടുത്തിയതും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഹരേ കൃഷ്ണ. ഇതാണ് സാമ്പൻ്റെ വിവാഹം. നിങ്ങൾക്ക് ഭാഗവതത്തിലെ ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.